അമ്മയെ നല്ല വെയിലേ. ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ഹെയർ വാഷ് ഡേ ആണ്. നമുക്ക് ഇങ്ങനെ വെച്ചാൽ വെയിലാണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സംസാരിക്കട്ടെന്ന്. ഞാനിങ്ങനെ രാവിലെ വിചാരിക്കുമായിരുന്നു, ഞാനിങ്ങനെ തെങ്കാശി പട്ടണത്തിലെ പാട്ട്, അങ്ങനെ കുറച്ച് പാട്ടൊക്കെ കേട്ടെ. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ചൈൽഡ്ഹുഡ് എനിക്ക് ഭയങ്കര ഇമോഷണലായി. ഞാൻ പെട്ടെന്ന് അയ്യോ എൻ്റെ കുട്ടിക്കാലം എന്നങ്ങ് തോന്നി എനിക്ക്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നേ, ആക്ച്വലി എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല, ഭയങ്കര കിടിലൻ ചൈൽഡ്ഹുഡൊന്നും ആയിരുന്നില്ല. അപ്പോൾ ബേസിക്കലി എനിക്ക് അങ്ങനെ ചൈൽഡ്ഹുഡിലേക്ക് പോകാനൊന്നും തോന്നാറില്ല. പക്ഷെ എന്താവും നമുക്കങ്ങനെ ചില കാലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടൊരാഗ്രഹം വരിക. അപ്പം എനിക്ക് തോന്നിയതാണ്, ചിലപ്പം നമുക്ക് ഒന്നിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരാഗ്രഹമാവും. അതിനേച്ചേ ആ ചേട്ടനെ കണ്ടോ? ആ ചേട്ടൻ എന്നെ ഇതിൻ്റെ മുന്നേ ഇവിടെ ചെളിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ആ ചെളിയിലൊരിക്കൽ എൻ്റെ കാല് രണ്ടും മുങ്ങിപ്പോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാലെടുക്കാൻ തന്നെ കുറേ പാടുപെട്ടു. അപ്പം മൂപ്പര് ഭാര്യനെ എൻ്റെ ഹൗസിംഗ് കോളനിയിൽ ആ ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട്, ലൈക്ക് വീട്ടുജോലി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ ഇവിടെ ഒന്ന് അടുത്ത ആഴ്ചയ്ക്ക് ആരോടും ഇവിടെ ഹെൽപ്പ് ചോദിക്കാനില്ല. ഇദ്ദേഹത്തിൻ്റെ ആ ഭാര്യയും കൂടെ അങ്ങനെ വരണ്ടായിരുന്നു ബൈക്കിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ ഒന്ന് ബൈക്കിൽ കയറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ കൊണ്ടാക്കി, എന്നെ യൂണിവേഴ്സിറ്റിനകത്ത് വരെ കൊണ്ടാക്കി തന്നു. മൂപ്പര് എന്നും കാണുമ്പോൾ ചിരിക്കും. എന്നോട് ചോദിച്ചു എന്നോട് വരുന്നോന്ന് ചോദിച്ചത്. അപ്പോൾ എനിക്ക് തോന്നിയത്, നമുക്കിങ്ങനെ ചൈൽഡ്ഹുഡിലേക്കും ഒക്കെ പോകാൻ തോന്നണത്, അത് പിന്നെയും മരുക്കുറ്റികളുണ്ട്. മരുക്കുറ്റി നമുക്ക് തിരുത്താൻ വേണ്ടിയിട്ട് ഉള്ളൊരു ടെൻഡൻസി ഉണ്ടാവും നമുക്ക്. അതായത് നമുക്കറിയാലോ നമ്മുടെ ഭാവി ഇങ്ങനെയൊക്കെ ആവും പോണേന്ന്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലത്ത് നമുക്ക് കറക്റ്റ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ഒരു ചാൻസ് ചോദിക്കുന്നതാവും, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ജീവിക്കാനുള്ള അതൊന്നാമത്തെ കാര്യം. അത് എന്തായാലും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതാണ് മെയിൻ കാര്യം. നമുക്ക് പണ്ടത്തെ കാലത്തിലേക്ക് പോകാൻ തോന്നാനൊക്കെയുള്ള മെയിൻ കാര്യം അതാണ് എന്നാൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത്, നമുക്ക് കുറേ കറക്ഷൻ ചെയ്യായിരുന്നു, നമുക്ക് എന്തൊക്കെയോ റിഗ്രറ്റ് ഉണ്ട്, നമുക്ക് എവിടേക്കോ നമ്മളെ തിരുത്തായിരുന്നു എന്നുള്ള തോന്നലാവാം രാവിലെ എന്നെക്കൊണ്ട് അങ്ങനെ തോന്നിപ്പിച്ചത്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ പലപ്പോഴും തോന്നുന്നതിൻ്റെ മെയിൻ റീസൺ അതാവാം. ഓക്കെ, അപ്പോൾ ഞാൻ പോട്ടെ. ഇതവിടെയാണേ എൻ്റെ കോളേജ്. ഇവിടെ കണ്ടോ, ഒരു കുഴി ഇവർ എടുത്ത് വിട്ടിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് വെള്ളം നിറഞ്ഞ് ആരെങ്കിലും വീഴാൻ വേണ്ടിയിട്ടാവും. എന്തായാലും കൊള്ളാം. എൻ്റെ സ്റ്റുഡൻസ് കൂടെ പോയി നാണക്കേടാണ്. അപ്പോൾ ശരി, ബായ്.